കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ചുള്ള സമരത്തിന് UDF ഇല്ല. CPIഎമ്മുമായി സഹകരിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്നാണ് മുന്നണി വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവും ഉപനേതാവും തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. സർക്കാരിനെതിരായ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെ സഹകരിക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ ചോദിച്ചു. ഈ സർക്കാർ കാണിച്ച ചില പെരുമാറ്റങ്ങൾ, ആ ടിയർ ഗ്യാസ് അനാവശ്യമായി അടിച്ചു, വാർണിംഗ് ഇല്ലാതെ ആ വാട്ടർ ക്യാൻ അടിക്കൽ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എതിരെ കേസ്, ഓരോരു നോൺ ബെയിലബിൾ കേസ് അടിച്ച് കള്ളനെപ്പോലെ വീട്ടിൽ ചുറ്റും 6 മണിക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, ഇതൊക്കെ കണ്ട ശേഷം എങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടികളോടൊപ്പം നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചിലവരുടെ മനസ്സിൽ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊരു കുറവുമില്ല. പക്ഷേ ഈ ഭരിക്കുന്ന സർക്കാരും ഒരു ഉത്തരവാദിത്വമുണ്ട്. അഥവാ ഞങ്ങളോടൊപ്പം സഹകരിക്കണം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ പെരുമാറട്ടെ. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതിനിടെ ഒന്നിച്ചുള്ള സമരത്തിന് പ്രതിപക്ഷത്തെ വീണ്ടും ക്ഷണിച്ചു മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇത് മുഴുവൻ വരട്ടെ, ധാരണ പുറത്തേക്ക് വന്നതിന് ശേഷം അതിൽ പ്രതികരിക്കാം. യോജിച്ചുള്ള സമരം അനിവാര്യമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കടുത്ത പകപോക്കൽ സമീപനമെടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ മുന്നണിയിലോ വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുക. ഹോൾ സ്റ്റേറ്റ് ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും LDFനും UDFനും BJPക്കും മറ്റ് എല്ലാവർക്കും വോട്ട് ചെയ്യുന്ന കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പകപോക്കൽ സമീപനം കാരണം വന്നിട്ടില്ല. അതിലെല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. AV ജയശങ്കർ തത്സമയം വിശദാംശങ്ങളുമായി. ജയശങ്കർ, നേരത്തെ അല്പസമയം മുൻപാണ് മന്ത്രി സജി ചെറിയാനും പറഞ്ഞിരുന്നു പ്രതിപക്ഷം കൂടി ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് തങ്ങളുടെ ആഗ്രഹം എന്ന്. എന്നാൽ പ്രതിപക്ഷം നിലപാടറിയിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയെ. അതിലേറ്റവും പ്രധാനമായി അവർ പറയുന്നത് അണികൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും, തങ്ങളോടുള്ള നിലപാട്, സർക്കാർ നിലപാട് ഇത്തരത്തിലായിരിക്കെ ഒരു യോജിച്ച സമരം നടത്തിയാൽ. ഇതാണോ നിലപാട്? അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോജിച്ചുള്ള ഒരു സമരം അത് ശരിയാകില്ല എന്നത് തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നേതൃത്വം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ എടുത്തുചാടിയ ഒരു പ്രതികരണം വേണ്ട. UDF ചേർന്ന് വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, ചർച്ച ചെയ്തതിനു ശേഷം ഒരു പരസ്യ പ്രതികരണം നടത്തിയാൽ മതിയെന്നാണ് UDF നേതൃത്വത്തിലെ ധാരണ. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ UDF ചേർന്നുകൊണ്ട് ഇതിലൊരു തീരുമാനം അറിയിക്കുമെന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ശശി തരൂർ സംസാരിച്ചപ്പോൾ നിലവിൽ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് നടത്തുന്ന സമീപനം വെച്ച് എങ്ങനെ യോജിച്ച് സമരം ചെയ്യാനാകുമെന്നാണ് ചോദിച്ചത്. പരോക്ഷമായി പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. പക്ഷെ മന്ത്രിമാരും മറ്റും സർക്കാർ ഇത്തരത്തിൽ യോജിച്ചുള്ള ഒരു സമരത്തിന് LDFനൊപ്പം UDF വരണമെന്നൊരു ആവശ്യം ഇന്ന് ആവർത്തിക്കുകയുണ്ടായി. ഈ സജി ചെറിയാനും PA മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ സമാനമായ തരത്തിലുള്ള കാര്യം പറയുകയുണ്ട്. എന്തായാലും യോജിച്ചുള്ള ഒരു പ്രക്ഷോഭം നടന്നാൽ അത് അണികൾ വലിയൊരു ബുദ്ധിമുട്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിന് അല്പസമയം മുമ്പാണ് ജാമ്യം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാന പോലീസാണ്. സമരത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. സമരത്തിന്റെ പേരിൽ റിമാൻഡ് ചെയ്തു, വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. അത്തരം വിഷയങ്ങളെല്ലാം പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇല്ല എന്നുള്ളൊരു അന്തിമ നിലപാടിലേക്ക് തന്നെയായിരിക്കും UDF കടക്കുക. ലീഗിലെ ഒരു വിഭാഗത്തിന് സമാനമായ രീതിയിൽ BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാകണമെന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ലീഗിലെ പൊതുനേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളും വേണ്ട എന്നൊരു സമീപനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശരി. ഇതാ